എന്നെ പൂറി മോളെ എന്ന് വിളിച്ചു. പൂറി മോളെ നീ എന്തിന് എന്റെ വീട്ടിൽ വന്നു എന്നാണ് വിളിച്ചത്. എന്റെ പണവും മേടിച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ വിളിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞ പൂറി മോളെ എന്നാണ്. ഈ ബിനു അതെ, പണവും ഈ സുന്ദരനായ ബിനു അങ്ങനെ വിളിച്ചോ? അതെ, അങ്ങനെ വിളിച്ചു. ഞാൻ തെളിവ് തരാം. പൂറി മോളെ എന്ന് വിളിച്ചു. എന്റെ അമ്മേ പണിപ്പാളി അമ്മയാണ് ഇവരെ കുണ്ടി കാണിച്ചത്. അവരെ അവിടുന്ന് കുണ്ടിയാക്കി. എന്തൊക്കെയാ കേൾക്കുന്ന. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എവിടെ പൈസ കിട്ടുമെന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി പണി മേടിക്കുക. പണം 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 ഈ ഒരു ഫാക്ടർ മലയാളികൾക്ക് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ്. എവിടെയെങ്കിലും കുറച്ച് കൂടുതൽ പൈസ കിട്ടുമെന്ന അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പലിശ കിട്ടുമെന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് നമ്മളിപ്പോൾ ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൈസകൾ നഷ്ടപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ പൈസ കിട്ടുമെന്നതും കൊണ്ട് കൂടുതൽ ലോൺ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവിടങ്ങളിൽ പോയി പറ്റിക്കപ്പെടാറുണ്ട്. അപ്പോൾ മലയാളികൾക്ക് പണം പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പറ്റിക്കപ്പെടുന്ന ഫാക്ടറായിട്ടാണ് ഞാൻ ഇന്ന് കണക്കാക്കിയിട്ടുള്ളത്. ഇഷ്ടംപോലെ രീതിയിൽ പറ്റിക്കപ്പെടാറുണ്ട്. അപ്പം പറഞ്ഞു വന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് ഈ സംഭവം. വിനു എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് വീട്ടമ്മമാരെ പറ്റിച്ചു. 30 ലക്ഷം 20 ലക്ഷം 7 ലക്ഷം ഇങ്ങനെ രീതിയിൽ അറൗണ്ട് 1 കോടി രൂപയോളം പറ്റിച്ചു. അതായത് പ്രധാനമന്ത്രിയുടെ ഇതിൽ നിന്നും കൊടുക്കുന്ന ലോൺ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാന ആൾക്കാരെ മൊത്തവും പറ്റിച്ചു. അനൂപ് ആക്ഷൻ വ്ലോഗാണ് ഇതിന്റെ മൊത്തം ഷൂട്ടിങ്ങും കാര്യങ്ങളും ഈ കാര്യം പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ലോണാണ് എന്ന് പറഞ്ഞിട്ട് പൈസ പിരിക്കുക, അതായത് കൈക്കൂലി കൊടുക്കാനും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് പൈസ മേടിക്കുകയാണ് ഈ വിനു എന്ന് പറയുന്ന വ്യക്തി അങ്ങയുടെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് കുറച്ച് വീട്ടമ്മമാരെ. അവസാനം പൈസയും ഇല്ല, ലോണും ഇല്ല, പ്രധാനമന്ത്രിയില്ല, ഒന്നുമില്ലാതെ ആയി. ആ ലെവലിലായപ്പോൾ ഇവരെല്ലാവരും കൂടി ഇവരെ വീട്ടുകടയിൽ അങ്ങ് സമരത്തിന് ഇരിക്കാൻ തുടങ്ങി. സമരത്തിന് ഇരുന്ന് ഇപ്പം മുണ്ടോക്കി കാണിക്കലും കൂടി തിരിച്ചു കിട്ടാൻ തുടങ്ങി. അപ്പോൾ അവസ്ഥ ഇതാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പൊ നിങ്ങൾ ഇവിടെ കിടക്കണം. എന്താ സംഭവം എന്നാണത്? ഞങ്ങളുടെ കയ്യിൽ നിന്ന് കോടികൾ തടിച്ച രമ്യ ബിനു മല്ലിക, മല്ലികയുടെ വീടായത്. സുമിതയുടെ അമ്മ മല്ലികയുടെ വീടായത്. നിങ്ങൾ എത്ര കോടി പറ്റിച്ചു? ഞങ്ങള് എന്റെ 7 ലക്ഷം രൂപ. ഞങ്ങള് പലരുടെ എന്റെ 30 ലക്ഷം രൂപ. 30 ലക്ഷം രൂപ. ഇവര് ഇവിടെ ഈ വീടിന്റെ മുൻവശത്ത് ഇവർക്ക് നീതി കിട്ടണമെന്നും പറഞ്ഞ് ഇവിടെ ചട്ടിയും കറിയൊക്കെ വെച്ച് ഇവിടെ കിടക്കുന്നുണ്ടാ. ഇതുണ്ടാ, ഈ വീട്ടുകാരാണ് പൈസ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞത്. അതെ, ഇത് വളരെയധികം ശക്തമായ പ്രതിഷേധമായി പോയി. ഇതൊക്കെ ഇതുണ്ടാ, എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഹോർലിക്സ് ഒക്കെ കുടിക്കണം. രസമാണത്. എന്താ സംഭവം പറഞ്ഞേ, നമ്മുടെ പ്രേക്ഷകർ അറിയട്ടെ. പ്രധാനമന്ത്രിയുടെ ലോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാർജിൻ മണി അടയ്ക്കണം, കൈക്കൂലി കൊടുക്കണം, അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് 1 വർഷത്തോളമായി പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവർ ഇത്രയും പൊട്ടന്മാരെ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞ് ലോൺ തട്ടിപ്പായിട്ട് വന്നിട്ട് ഇവർക്കൊന്നും തിരിച്ചറിയാനുള്ള ബോധമില്ലെന്ന് നിങ്ങൾ ആൾക്കാർ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ഒരു ലോൺ ഉണ്ട്. അവർ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ലോൺ ഉണ്ട്. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് ഈ വിനു എന്ന് പറയുന്ന വ്യക്തി ഇടയിൽ നിന്ന് പറ്റിച്ചു ലക്ഷങ്ങൾ, അറൗണ്ട് കോടി. മനസ്സിലായ? ഇതാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും പറ്റിച്ചതും പോരാഞ്ഞ് അവസാനം മുണ്ടോക്കി കാണിക്കല്. ഇവർ സമരം കിടക്കുകയായിരുന്നു. ഇവരുടെ ഈ വിനു എന്ന് പറയുന്ന വ്യക്തിയുടെ മല്ലിക 2-3 പേരൊക്കെ പറയുന്നുണ്ടല്ലോ, അവരെ വീട്ടുകടയിൽ സമരം കിടന്ന് നല്ല പ്രതിഷേധിക്കുക. അവിടെ തന്നെ ചട്ടിയും കറിയൊക്കെ വെച്ച് അറൗണ്ട് 13 ദിവസം ആയിട്ടുണ്ട്. പക്ഷെ 8ന്റെ പണിയാണ് കിട്ടിയത്. 30 ലക്ഷവും 7 ലക്ഷവും ഒക്കെ എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 10-100 രൂപ കയ്യിൽ നിന്ന് പോയാൽ കൂടി വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ സ്ഥാനത്ത് ഇത്ര ലക്ഷങ്ങൾ എമൗണ്ട് കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. പെരും അവസ്ഥ. ബാക്കിയൊക്കെ എന്തായാലും നിങ്ങൾ ഇവിടെ നടക്കണത്. ഞങ്ങളിപ്പോ 13ാമത്തെ ദിവസം ശക്തമേറിയ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ. അതെ, ചായണ്ട, പെട്രോൾ ഉണ്ട്. ഈ പെട്രോൾ ഒഴിച്ച് നിങ്ങൾ കത്തിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ കുടുംബം നശിച്ചു പോകൂലേ നിങ്ങൾ ഈ പെട്രോളൊക്കെ ഒഴിച്ച് നിങ്ങൾ ഇങ്ങനെ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നു? പോംവഴി എന്നാണ് ഇപ്പൊ പറഞ്ഞേക്കണം. പോലീസുകാരെ ഇടപെട്ടില്ലേ? ഈ സ്ഥലം പറഞ്ഞത് എവിടെ? നമ്മുടെ സ്ഥലം പറഞ്ഞേ 11 മൈൽ. 11 മൈൽ എവിടെ? കുളത്തുപ്പുഴ 5 റൂട്ടിൽ 11 മൈൽ. 11 മൈൽ. അപ്പൊ പോലീസുകാർ CI SI ഒക്കെ എന്താ പറഞ്ഞത്? CI ഞങ്ങളുടെ തെറ്റാന്ന് കൊണ്ട് അവളുമാര് ഒരുപാട് ഭീഷണി മുഴക്കുന്നുണ്ട്. കാരണം CI ആ മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ അവര് അറസ്റ്റ് ചെയ്തു. എന്താ കാരണം ഞങ്ങളിപ്പോ 13 ദിവസം കൊണ്ട് ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾ കേസ് എടുത്ത് 1 മാസം കഴിഞ്ഞു. പെട്രോളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒരു കാര്യം പറയും, ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ചൂസ് ചെയ്യരുത്. മനസ്സിലായി? ജീവിതത്തിൽ എന്ത് വന്നാലും പ്രശ്നം നേരിടുക. അല്ല ആത്മഹത്യ എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ തുലയ്ക്കുകയല്ല. പിന്നെ ആത്മഹത്യ ഭീഷണിക്ക് വേണ്ടിയിട്ടായിരിക്കും പെട്രോൾ മേടിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഈ എന്തെങ്കിലും പ്രശ്നങ്ങളായ അല്ലെങ്കിൽ സമരങ്ങൾ ഒരുപാട് ആൾക്കാർ കൂടി പോലീസുകാരൊക്കെ വന്നു കഴിഞ്ഞാലും
ഈ ഷോ കാണിക്കാൻ വേണ്ടി ഒരിക്കലും പെട്രോൾ എടുത്ത് ദേഹത്ത് ഒഴിച്ചിട്ട് തീയും പിടിച്ചുകൊണ്ട് നിൽക്കരുത്. നമ്മുടെ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുകയും കുറച്ച് വർഷങ്ങൾ 1-2 വർഷം വരും, 1-2 അല്ല കൂടുതൽ വരും തോന്നുന്നു, ഇങ്ങനെ ഒരു സംഭവം നടക്കുകയും ആ അമ്മയും അച്ഛനും തീ പിടിക്കുകയാണ് ചെയ്തത്. അറ്റ്ലീസ്റ്റ് ഒരു ഭീഷണിപ്പെടുത്താൻ വേണ്ടി എടുത്ത് കാണിച്ചതാ തീ, പെട്രോൾ ഒഴിച്ചിട്ട്. അവസാനം അവർ തീ പിടിച്ച് മരിച്ചു. അതുപോലത്തെ സിറ്റുവേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, മനസ്സിലായോ? അതാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ആത്മഹത്യ എന്ന് പറഞ്ഞ് പെട്രോൾ മേടിച്ച് വെച്ച് ആ ഒരു പരിപാടിയൊന്നും ഇവിടെ കാണിച്ചു കൂട്ടാതിരിക്കുക. പിന്നെ പോയത് പണം, വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. നിയമപാലകർ കറക്റ്റായിട്ട് ഇടപെട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ആ പൈസ മേടിച്ച് കൊടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാണിച്ച മണ്ടത്തന ബുദ്ധിമോശം, വല്ലാണ്ട് കയ്യിൽ കൊണ്ട് പൈസ കൊടുത്തതേ മണ്ടത്തന. പക്ഷെ അവരുടെ അവസ്ഥ നമ്മളൊന്ന് പരിഗണിക്കണം. ഇത് ചെറിയൊരു കേസായിട്ട് കണ്ടുപിടില്ല. കാരണം ലക്ഷങ്ങളാണ് കൊണ്ട് അവർ തട്ടിക്കപ്പെട്ടിരിക്കുന്നത്, ലക്ഷങ്ങൾ, 1-2 രൂപയല്ല. അതുകൊണ്ട് പിന്നെ ഇത്രയും പൈസ തട്ടിയതിനും പോരാഞ്ഞ് വീണ്ടും ഇവർക്കെതിരെ മുണ്ടുപോക്കി കാണിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. അത് ചീത്തവിളിയായാലും അല്ലാതെ മുണ്ടോക്കി കാണിക്കുന്നതായാലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അവിടെ, മനസ്സിലായോ? എന്തായാലും ആ ഭാഗം കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. പൂറി മോളെ എന്ന് വിളിച്ചു. പൂറി മോളെ, നീ എന്തിന് എന്റെ വീട്ടിൽ വന്നു എന്നാണ് വിളിച്ചത്. എന്റെ പണവും മേടിച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ വിളിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞ പൂറി മോളെ എന്നാണ്. ഈ ബിനു, അതെ, പണവും ഈ സുന്ദരനായ ബിനു അങ്ങനെ വിളിച്ചോ? അതെ, അങ്ങനെ വിളിച്ചു. ഞാൻ തെളിവ് തരാം. പൂറി മോളെ എന്ന് വിളിച്ചു. പണി പാളി. ചേച്ചിനെ വിളിച്ചത് നിങ്ങൾ അറിഞ്ഞ? ചേച്ചിനെ വിളിച്ചത് നിങ്ങൾ അറിഞ്ഞ? അറിഞ്ഞു. എന്താ വിളിച്ചത്? പൂറി മോളേന്ന് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ അവരെ വീട്ടിൽ ചെന്ന് ലോണിന്റെ കാര്യം തിരക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേന് ഞാനും എന്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ വിളിച്ച ഭാഷ ഇതേ ഭാഷ തന്നെയാണ്. പിന്നെ അവര് വന്ന് തിന്ന് തീർന്നതിനായിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. അതുപോലെ പൂറി മോളെ ഒറ്റ പൂറി മക്കൾ എന്റെ വീട്ടിൽ, നിന്റെ മോളല്ലാതെ പാറമോളല്ലാതെ ഒരൊറ്റ എന്റെ വീട്ടിൽ നിന്റെ പറയ മറ്റേതൊന്നും പറഞ്ഞോളൂ. അപ്പൊ സുമിതയുടെ വീടാണിത്, സുമിതയുടെ അമ്മയാണ് ഇവരെ കുണ്ടി കാണിച്ചത്. അവര് അവിടുന്ന് കുണ്ടിയായിട്ട് കാണിച്ചു. ചാനലുകാർ വന്നിട്ട് പോയപ്പോഴത്തേനും എനിക്ക് ഇതുകൂടെ പറഞ്ഞു കൊടുക്കണി എന്ന് പറഞ്ഞു. നാളെ വരുന്നവർക്ക് ഇതുകൂടെ കാണിച്ചു കൊടുക്കുന്നു. എന്റെ വീഡിയോ കണ്ട് നിങ്ങളെ കുണ്ടി കാണിച്ചു. സുമിതയുടെ അമ്മ, സുമിതയുടെ അമ്മയുടെ കുണ്ടി മല്ലിക നിങ്ങളെ കുണ്ടി കാണിച്ചു. ഇതിൽ തന്നെ അവരുടെ ഒരു റെപ്യൂട്ടേഷൻ നമുക്ക് പിടികിട്ടി കഴിഞ്ഞല്ലോ. കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിയ അവസ്ഥയാണ് ഈ പറയുന്ന അമ്മമാരുടെ. പക്ഷെ അവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ, അവരുടെ ഒരു സ്റ്റാൻഡേർഡ്, അവരുടെ ഒരു ക്വാളിറ്റി നമുക്ക് ഈ മുണ്ടോക്കി കാണിക്കില്ലെന്ന് തന്നെ പിടികിട്ടിയിട്ടുണ്ട്. സ്വന്തം പൈസ ചോദിച്ചു പോയപ്പോ നാട്ടുകാരെ പറ്റിച്ച്, എന്നിട്ട് അത് ചോദിച്ചു പോയപ്പോ പൊക്കി കാണിച്ചു കൊടുത്തു. അവസ്ഥ സൂപ്പറാ, സൂപ്പർ. എന്തായാലും ഈ പറയുന്ന വിനു എന്ന് പറയുന്ന വ്യക്തി ഈ അമ്മമാരെ വിളിച്ച തെറി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഫോണില് റെക്കോർഡ് കിടപ്പുണ്ട്. പിന്നെ അവര് വന്ന് തിന്ന് തീർന്നതിനായിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. അതുപോലെ പൂറിയ മോളെ ഒറ്റ പൂറി മക്കൾ എന്റെ വീട്ടിൽ, നിന്റെ മോളല്ലാതെ പാറമോളല്ലാതെ ഒരൊറ്റ എന്റെ വീട്ടിൽ നിന്റെ പറയ മറ്റേതൊന്നും പറഞ്ഞാൽ ഒരു പൂറി മക്കൾ എന്റെ വീട്ടിൽ കയറരുത്. ഈ പഴയ പോലെ അരിക്കത്തില്ല ഞാൻ പറയുന്നത് മയിലേ. ഒരെണ്ണ എന്റെ വീട്ടിൽ കയറരുത്. ഈ നായിന്റെ മോള് 3-4 ദിവസം മുന്നേ എന്റെ അടുത്ത് നടന്നോട്ട് ഈ പൂറി മക്കൾ എന്നെ അറിയില്ലായിരുന്നു. ഇല്ലേ ഊമ്പാനെ ഞാൻ അറിയാൻ അവള് പിരിവിന് വന്നിട്ട് ഊമ്പിട്ട് പോകാൻ പറ. എന്റെ വീടിനകത്ത് ഊമ്പിട്ട നിങ്ങൾ കേൾക്കുന്നത് ബിനുവിന്റെ പൂരത്രികളാണ്. എല്ലാവരും ഷെയർ ചെയ്യുക. അവള് കാശ് കൊടുത്താൽ കട കിട്ടും. ഇതിപ്പോ ചേച്ചാണ് വിളിക്കുന്നത്. കൊണ്ടുവന്നതാണേലും എന്ത് പറയാ, എന്റെ വീട്ടിൽ പറയുന്നതോ എന്റെ വീട്ടിൽ കയറി മയിലെ പൂറി മോളെ എന്റെ വീട്ടിൽ കയറലെന്നാ പറഞ്ഞത്. എന്റെ വീട്ടിൽ കയറേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? കയ്യിലുള്ള മൊത്തം പൈസ തട്ടിയെടുത്തിട്ട് അവസാനം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. എന്തായാലും വല്ലവനെയും വിശ്വസിച്ച് കൊണ്ട് പൈസ കൊടുക്കുന്ന ഓരോ അമ്മമാരടുത്തും ഓരോ ആൾക്കാരെടുത്താണ് എനിക്കിത് പ്രത്യേകിച്ച് പറയാനുള്ളത്, മനസ്സിലായ? വല്ലവനൊക്കെ ഇതുപോലെ മയക്കി മറ്റതാണ് മറിച്ചതാണ് ആനയാണ് തേങ്ങയാണ്, ചിലപ്പോൾ അവിടെ കൊണ്ടിട്ടാൽ കൂടുതൽ പലിശ കിട്ടും, ചിലപ്പോൾ ഇവിടെ കൊണ്ടിട്ടാൽ കൂടുതൽ പലിശ കിട്ടും, അവിടെ നിങ്ങൾക്ക് ലോൺ കിട്ടും, അതുകൊണ്ട് നിങ്ങൾ ആദ്യം കുറച്ച് ഇത്ര അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ദയവായി ചെയ്ത് അതിൽ പോയി വീഴാതിരിക്കുക, മനസ്സിലായി? വീണ് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. സമരം ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. യുവമാർക്കൊക്കെ നല്ല ഹോൾഡും പിടിപാടും ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് പൈസ ആക്കി പറ്റിച്ച പൈസയിൽ നിന്ന് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരെ കാര്യം ശുഭം. നിങ്ങൾ ചുമ്മാ ഇവിടെ കിടക്കും. അതാണ് കാരണം. ഇന്നിവിടെ പണത്തിനും പവറിനും ഒക്കെ മാത്രമേ വിലയുള്ളൂ. അങ്ങനത്തെ കാലഘട്ടമാണ്. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ നിങ്ങൾക്ക് വിലയുണ്ട്, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലോ നിങ്ങൾക്ക് വിലയില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇതുപോലെയൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ മാക്സിമം ഇവർക്ക് സപ്പോർട്ടായിട്ട് എങ്ങനെയെങ്കിലും ആ പൈസ തിരിച്ച് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. അത് മാത്രമേ ഇവിടെ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.